പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിപ്പോൾ കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ എന്താണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് കൃത്യമായി പഠിച്ചു. നമുക്കറിയാം കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷനെ പറ്റിയും അതുപോലെ കെമിക്കൽ റിയാക്ഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ പറ്റിയും അതുപോലെ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ മെക്കാനിസത്തെ പറ്റിയുമുള്ള പഠനമാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്താണ് എന്ന് മനസ്സിലാക്കി. ഇനി അടുത്ത ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നു വാട്ട് ആർ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻസ്. സോ വാട്ട് ആർ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ? ഞാൻ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചെറിയ ക്ലാസ്സിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. സോ ദി ഫസ്റ്റ് ഫാക്ടർ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വന്നിട്ടുണ്ടായിരിക്കും ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ്. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് കൂടുന്തോറും റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുവെന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഫാക്ടറാണ് ടെമ്പറേച്ചർ എന്നുള്ളത്. ടെമ്പറേച്ചർ കൂടുന്തോറും നിങ്ങൾക്കറിയാം റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടുന്നതായി പല റിയാക്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. മൂന്നാമത്തതാണ് ഇൻഫ്ലുവൻസ് ഓഫ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സുകളിൽ ഓരോ റിയാക്ഷൻ പഠിക്കുമ്പോഴും ഇന്ന കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുന്നു, അപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ മൂന്നാമത്തെ ഫാക്ടർ കാറ്റലിസ്റ്റ് ആണ്. നാലാമത്തെ ഫാക്ടർ സർഫസ് ഏരിയ. അപ്പോൾ എന്താണ് സർഫസ് ഏരിയയിൽ അതെന്താ ഇമ്പോർട്ടൻ്റ് വരുന്നത്? നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഫ്യുവൽ സെൽസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രാഫൈറ്റ് റോഡ് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടായിരിക്കും. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെൽസ്. അവിടെ നമ്മൾ ഗ്രാഫൈറ്റ് റോഡിൻ്റെ മുകളിൽ വളരെ ഫൈനലി ഡിവൈഡഡ് പ്ലാറ്റിനം ആണ് ഉപയോഗിച്ചത്. എന്തിനാ ഫൈനലി ഡിവൈഡഡ് പ്ലാറ്റിനം നമ്മൾ ഉപയോഗിച്ചത്? ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും? അതിന് കാരണം നമ്മൾ ആ പ്ലാറ്റിനം പൊടിക്കുമ്പോൾ അതിൻ്റെ സർഫസ് ഏരിയ കൂടുന്നു. സർഫസ് ഏരിയ കൂടുമ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ എപ്പോഴും ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ സർഫസ് ഏരിയ റേറ്റ് ഓഫ് റിയാക്ഷനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അടുത്തത് എക്സ്പോഷർ ടു റേഡിയേഷൻ. എക്സ്പോഷർ ടു റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ചില കെമിക്കൽ റിയാക്ഷൻസ് റിയാക്ട് ചെയ്യണമെങ്കിൽ ലൈറ്റിൻ്റെ പ്രസൻസ് അത്യാവശ്യമാണ്. നമ്മൾ അത്തരം റിയാക്ഷൻസിന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ഹൈഡ്രോ കാർബൺ ചാപ്റ്ററിൽ ഹൈഡ്രജനും ക്ലോറിനും തമ്മിലുള്ള റിയാക്ഷൻ ഓർമ്മിക്കുന്നുണ്ടായിരിക്കും. അതിൽ CH4+ ക്ലോറിനുള്ള റിയാക്ഷൻ ഓർമ്മിക്കുന്നുണ്ടായിരിക്കും. ആ റിയാക്ഷൻ നടക്കുന്നത് സൺലൈറ്റിൻ്റെ പ്രസൻസിലാണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മിക്കുന്നുണ്ടായിരിക്കും. CH4+Cl2 ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് വി ഗെറ്റ് CH3Cl ഓർമ്മിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവിടെ റിയാക്ഷൻ നടക്കണമെങ്കിൽ സൺലൈറ്റിൻ്റെ പ്രസൻസ് വേണം. അപ്പോൾ ഇറ്റ് ഈസ് എക്സ്പോഷർ ടു റേഡിയേഷൻ. നമ്പർ 6 നേച്ചർ ഓഫ് റിയാക്റ്റൻ്റ്. അപ്പോൾ ഓരോ റിയാക്ഷനിലും പങ്കെടുക്കുന്ന റിയാക്റ്റൻറ്റിൻ്റെ നേച്ചർ അനുസരിച്ച് ആ റിയാക്ഷൻ സ്പീഡാവും അല്ലെങ്കിൽ സ്ലോ ആയിട്ട് മാറാറുണ്ട്. സോ ദർ ആർ 6 ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. ദ ഫസ്റ്റ് വൺ ഈസ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. നമ്പർ 2 ടെമ്പറേച്ചർ. നമ്പർ 3 catalyst. Number 4 surface area. Number 5 exposure to radiation. And number 6 is nature of reactant. Clear ആയിട്ടുണ്ടായിരിക്കും the factors which influence the rate of a chemical reaction. നമുക്ക് ഈ ചാപ്റ്ററിൽ ഈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റും ടെമ്പറേച്ചറും കാറ്റലിസ്റ്റുമാണ് പഠിക്കാനുള്ളത്. ഈ ആദ്യത്തെ 3 പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വാട്ട് ഈസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ഓൺ റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിസ്കസ് ചെയ്യാം. സോ എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓൺ റേറ്റ് ഓഫ് റിയാക്ഷൻ. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ഫോർ കൺസിഡർ ദിസ് റിയാക്ഷൻ AA + BB gives product എന്ന റിയാക്ഷൻ കൺസിഡർ ചെയ്യൂ.
അപ്പം നിങ്ങൾക്കറിയാം ദ റേറ്റ് ഓഫ് റിയാക്ഷനും കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടനും തമ്മിലുള്ള ബന്ധം നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ഗിവൺ ബൈ ലോ ഓഫ് മാസ് ആക്ഷൻ. സോ ബൈ ലോ ഓഫ് മാസ് ആക്ഷൻ നിങ്ങൾ ഓർമ്മിച്ച് നോക്കൂ. ലോ ഓഫ് മാസ് ആക്ഷൻ അനുസരിച്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി product of concentration of molar concentration of reactant in which each term is raised to a power which is equal to the stoichiometric coefficient of a balanced chemical equation. ഒരു ബാലൻസ് കെമിക്കൽ ഇക്വേഷനിൽ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കൂ. ആ ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിലെ റേറ്റ് നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോ ആണ് ലോ ഓഫ് മാസ് ആക്ഷൻ. അപ്പോൾ ലോ ഓഫ് മാസ് ആക്ഷൻ അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും റേറ്റ് എന്നുള്ളത് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റിന് പ്രൊഡക്റ്റിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും എന്നാണ് ലോ ഓഫ് മാസ് ആക്ഷൻ പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ലോ ഓഫ് മാസ് ആക്ഷൻ ദ rate of reaction is proportional to the product of molar concentration of reactant in which each term is raised to a power which is equal to the stoichiometric coefficient in a balanced chemical equation. പണ്ട് പഠിച്ചതാണ്. So rate is proportional to concentration of A raised to A into concentration of B raised to B. ഈ A and B are the stoichiometric coefficient in a balanced chemical equation. Or we can write rate is equal to K into A raised to A into B raised to B. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ് റേറ്റും മോളാർ കോൺസെൻട്രേഷനും റിയാക്ടൻ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ലോ ഓഫ് മാസ് ആക്ഷൻ. ഹിയർ K is known as rate constant or velocity constant or specific reaction rate എന്ന് പറയാറുണ്ട്. So here K is known as rate constant of a reaction. അപ്പോൾ ഇത്രയും നമ്മൾ പണ്ട് പഠിച്ചു വെച്ച കാര്യമാണ്. ഓർമ്മിക്കൂ, റേറ്റ് ഓഫ് റിയാക്ഷനും കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ പഠിച്ചത്. അത് ലോ ഓഫ് മാസ് ആക്ഷൻ നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് ഡിഫൈൻ ചെയ്യണം എന്താണ് റേറ്റ് കോൺസ്റ്റന്റ്. സോ ഇതിൽ നിന്ന് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് അറിയണം എന്താണ് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ റിയാക്ഷൻ എന്താണ് എന്ന് മനസ്സിലാക്കണം. സോ ഫോർ ദാറ്റ് പുട്ട് concentration of A equal to concentration of B equal to 1 moles per liter ആണെന്ന് വിചാരിക്കും. നമ്മൾ റിയാക്ഷൻ ചെയ്യുമ്പോൾ നമുക്കുള്ള റിയാക്ടൻ്റെ എല്ലാ റിയാക്ടൻറ്റും 1 moles per liter എടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ എങ്ങനെയായിട്ട് മാറും? ഇവിടെ 1 moles per liter, A 1 moles per liter ആണ്, B 1 moles per liter ആണ്. So this equation become rate is equal to rate constant. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റേറ്റ് കോൺസ്റ്റന്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റുക? ഒന്ന് ഡിഫൈൻ ചെയ്ത് നോക്കൂ. റേറ്റ് കോൺസ്റ്റന്റ് ഇസ് പറഞ്ഞു നോക്കൂ. റേറ്റ് കോൺസ്റ്റന്റ് ഇസ് റേറ്റ് ഓഫ് റിയാക്ഷൻ. എപ്പോഴാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റന്റ് ഈക്വൽ ഉണ്ടാവുക? എപ്പോഴാണ് ചോദിച്ചാൽ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് സ്പീഷീസ് ഇസ് യൂണിറ്റി. സോ റേറ്റ് കോൺസ്റ്റന്റ് ഇസ് റേറ്റ് ഓഫ് റിയാക്ഷൻ when the concentration of reactant species is taken as unity. കോൺസെൻട്രേഷനോ റിയാക്ടൻ്റ് യൂണിറ്റി ആവുമ്പോൾ അപ്പം നമ്മൾ മെഷർ ചെയ്യുന്ന റേറ്റ് ഓഫ് റിയാക്ഷനെയാണ് നമ്മൾ റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യം ഓർമ്മിക്കുക. നമ്മൾ ലോ ഓഫ് മാസ് ആക്ഷൻ പഠിച്ചു, അതിൽ നിന്ന് റേറ്റ് കോൺസ്റ്റൻറ്റ് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യാൻ പഠിച്ചു. ഓർമ്മിക്കാൻ നമ്മൾ റിയാക്ഷൻ ചെയ്യുമ്പോൾ എടുക്കുന്ന റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ 1 moles per liter ആണ് എങ്കിൽ ആ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ മെഷർ ചെയ്യുന്ന റേറ്റ് ഓഫ് റിയാക്ഷൻ തന്നെയാണ് അതിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ്. സോ റേറ്റ് കോൺസ്റ്റൻറ്റ് ഇസ് ദ rate of reaction when the concentration of reactant is taken as unity. So rate constant നമ്മൾ പഠിച്ചു എന്താണെന്നുള്ളത്. So next one നമുക്ക് ഡിസ്കസ് ചെയ്യണം what are the characters of rate constant. ഒരു റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് എന്ന് ഡിസ്കസ് ചെയ്യണം.
So first character is number 1. It is a measure of speed of a reaction. ഒരു റിയാക്ഷൻ്റെ സ്പീഡ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ അറിഞ്ഞാൽ മതി. ഫോർ എക്സാമ്പിൾ, റേറ്റ് കോൺസ്റ്റൻ്റെ വാല്യൂ k is equal to 10⁻³ സെക്കൻഡ് ഇൻവേഴ്സും k is equal to 10⁻² സെക്കൻഡ് ഇൻവേഴ്സും ഉണ്ട് എന്ന് വിചാരിക്കൂ. 10⁻² സെക്കൻഡ് ഇൻവേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കൂ. ഇങ്ങനെ വാല്യൂ കണ്ടാൽ ഒന്ന് k is equal to 10⁻³ സെക്കൻഡ് ഇൻവേഴ്സ് ആണ്, അടുത്തത് k is equal to 10⁻² സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ഇങ്ങനെ കണ്ടാൽ നമുക്ക് എന്താ മനസ്സിലാവുക? ഇവിടെ റേറ്റ് കോൺസ്റ്റന്റ് വാല്യൂ കൂടി, ഇത് 10⁻³ ആണ്. അപ്പോൾ അതൊരു സ്പീഡായിട്ട് നടക്കുന്ന റിയാക്ഷൻ ആണ് എന്ന് മനസ്സിലാക്കണം. അതുപോലെ റേറ്റ് കോൺസ്റ്റന്റ് വാല്യൂ കുറവാണെന്ന് പറയുമ്പോൾ അതൊരു സ്ലോ റിയാക്ഷൻ ആണ്. അതാണ് നമ്മൾ പറഞ്ഞത്, ഇറ്റ് ഈസ് എ മെഷർ ഓഫ് സ്പീഡ് ഓഫ് എ റിയാക്ഷൻ. റേറ്റ് കോൺസ്റ്റന്റ് വാല്യൂ കണ്ടാൽ ആ റിയാക്ഷൻ ഫാസ്റ്റ് ആണോ സ്ലോ ആയിട്ടാണോ നടക്കുന്നത് എന്ന കാര്യം നമുക്ക് കൃത്യമായി മനസ്സിലാവും. ഇനി രണ്ടാമത്തത്, അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ every reaction has a definite value of k. ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ഒരു റിയാക്ഷന് ഒരു കൃത്യമായ റേറ്റ് കോൺസ്റ്റന്റിൻ്റെ വാല്യൂ ഉണ്ടായിരിക്കും. മൂന്നാമത്തെ പോയിന്റ്, വാല്യൂ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. ഒരേ കെമിക്കൽ റിയാക്ഷൻ്റെ തന്നെ റേറ്റ് കോൺസ്റ്റന്റിൻ്റെ വാല്യൂ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ വാല്യൂ വ്യത്യാസമാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ നോക്കൂ, T1 ടെമ്പറേച്ചറിൽ റേറ്റ് കോൺസ്റ്റന്റ് 10⁻³ ആണെന്ന് വിചാരിക്കും. ടെമ്പറേച്ചർ നമ്മൾ കൂട്ടിയപ്പോൾ അങ്ങ് T2 ടെമ്പറേച്ചർ ആയപ്പോൾ അതിൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് 10⁻⁶ സെക്കൻഡ് ഇൻവേഴ്സ് ആയി കൂടിയിട്ടുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ വാരി ചെയ്യുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ തന്നെ റേറ്റ് കോൺസ്റ്റന്റ് ചേഞ്ച് ചെയ്യാറുണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ അതാണ് പറഞ്ഞത്, വാല്യൂ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. ഇനി അടുത്ത ക്യാരക്ടർ ഇതാണ്. നെക്സ്റ്റ് വൺ, വാല്യൂ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. നന്നായി ശ്രദ്ധിക്കുക, വാല്യൂ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ആസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. നമ്മൾ എടുക്കുന്ന റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷനുമായിട്ട് റേറ്റ് കോൺസ്റ്റന്റ് വാല്യൂവിന് ഒരു ബന്ധവുമില്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ 1 moles per liter ആയിട്ട് എടുക്കുമ്പോഴാണ് അല്ലേ നമ്മൾ പഠിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വാല്യൂ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇനി അടുത്ത ക്യാരക്ടർ ഇതാണ്, യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഓർഡർ ഓഫ് റിയാക്ഷൻ. ശ്രദ്ധിക്കാം, നമുക്ക് റേറ്റ് കോൺസ്റ്റന്റിന് ഒരു പർട്ടിക്കുലർ യൂണിറ്റ് എന്ന് പറയാൻ പറ്റില്ല. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓർഡർ ഓഫ് കെമിക്കൽ റിയാക്ഷൻ അനുസരിച്ച് ആ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് വാരി ചെയ്യാറുണ്ട്. എന്താണ് ഓർഡർ ഓഫ് റിയാക്ഷൻ എന്താണ് നമ്മൾ ലേറ്റർ പഠിക്കും. അപ്പോൾ ദീസ് ആർ ദി ക്യാരക്ടേഴ്സ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്. ശ്രദ്ധിക്കുക, നമ്പർ 1 is a measure of speed of reaction, number 1. Number 2, at a particular temperature every reaction has a definite value of rate constant. Number 3, value of rate constant changes with temperature. Number 4, value of rate constant is independent of concentration of reactant. Number 5 is unit of rate constant depends upon order of chemical reaction. So these are the important characters of rate constant. So അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യണം, what are the difference between rate of reaction and rate constant. റേറ്റ് ഓഫ് റിയാക്ഷനും റേറ്റ് കോൺസ്റ്റന്റ് തമ്മിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് വ്യത്യാസമുള്ളത് എന്ന് ഡിസ്കസ് ചെയ്യണം. നിങ്ങൾക്കറിയാം, നമ്മൾ ആ പോയിന്റ്സ് ഒന്ന് ടേബിളാക്കി എഴുതുന്നു മാത്രം. സോ ഫസ്റ്റ് കോളം യു റൈറ്റ് റേറ്റ് ഓഫ് റിയാക്ഷൻ, സെക്കൻഡ് കോളം യു റൈറ്റ് റേറ്റ് കോൺസ്റ്റന്റ്. 2 കോളം വരച്ച് ഫസ്റ്റ് കോളം റേറ്റ് ഓഫ് റിയാക്ഷൻ എഴുതാം, സെക്കൻഡ് കോളം റേറ്റ് കോൺസ്റ്റന്റ്.
അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ എഴുതുന്നു. സോ യു നോ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ചേഞ്ച് ഇൻ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ഓർ പ്രൊഡക്റ്റ് പെർ യൂണിറ്റ് ടൈം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതാണ്. അതേസമയം റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് റിയാക്ഷൻ വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് സ്പീഷീസ് ഈസ് യൂണിറ്റി. അപ്പോൾ ഡെഫിനിഷനിൽ ആ വ്യത്യാസം നമ്മൾ കണ്ടു. ഇനി നമ്പർ 2 എന്താ വ്യത്യാസം? നമുക്കറിയാം റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് മാറും തോറും റേറ്റ് ഓഫ് റിയാക്ഷൻ മാറുന്നുവെന്ന് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രാഫൊക്കെ ഓർമ്മയുണ്ടാവും. പക്ഷേ നമ്മൾ ഡിസ്കസ് ചെയ്തു ദ റേറ്റ് കോൺസ്റ്റന്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് സ്പീഷീസ്. ഇനി മൂന്നാമത്തത് യൂണിറ്റ്. റേറ്റ് ഓഫ് റിയാക്ഷൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? മോൾസ് പെർ ലിറ്റർ ടൈം ഇൻവേഴ്സ്, അല്ലെങ്കിൽ നമ്മളിവിടെ സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ഇൻവേഴ്സ്. മോൾസ് പെർ ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് ആണ് നമ്മുടെ ഈ റേറ്റ് ഓഫ് റിയാക്ഷൻ്റെ യൂണിറ്റ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു റേറ്റ് കോൺസ്റ്റൻറ്റിന് ഒരു ഫിക്സഡ് ആയ യൂണിറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ എന്താ നമുക്ക് പറയാൻ പറ്റുള്ളൂ? ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഓർഡർ ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റേറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് റേറ്റ് കോൺസ്റ്റൻറ്റ്. പരീക്ഷയ്ക്ക് ചോദിക്കും വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ റേറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് റേറ്റ് കോൺസ്റ്റൻറ്റ്. മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യണം റേറ്റ് ലോ എന്നൊരു പുതിയ ടേം. സോ നെക്സ്റ്റ് വൺ, റേറ്റ് ലോ. ശ്രദ്ധിക്കൂ, നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ എഴുതുന്നു. 2NO2 പ്ലസ് ഫ്ലൂറിൻ ഗീവ്സ് 2NO2F2 നൈട്രൈൽ ഫ്ലൂറൈഡ്. NO2 F2മായി കമ്പൈൻ ചെയ്ത് നൈട്രൈൽ ഫ്ലൂറൈഡ് ഉണ്ടാകുന്ന റിയാക്ഷൻ. അപ്പോൾ എന്താണ് ഈ റിയാക്ഷൻ്റെ റേറ്റ് എന്താണ് എന്ന് ലോ ഓഫ് മാസ് ആക്ഷൻ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക? നോക്കൂ, ബൈ ലോ ഓഫ് മാസ് ആക്ഷൻ നിങ്ങൾ എഴുതി നോക്കൂ. റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NO2 റേസ് ടു 2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് F2 എന്ന് നമുക്ക് എഴുതാം. So by law of mass action, rate is equal to K into concentration of NO2 raised to 2 into concentration of F2 ആണ്. ഈ 2 എന്ന് പറഞ്ഞാൽ NO2ൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ആണ്. ഇവിടെ 1 എന്ന് പറഞ്ഞാൽ F2ൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ആണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ റേറ്റ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും ബൈ ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ വെറും തിയറട്ടിക്കൽ കൺസെപ്റ്റ് ആണ്. നമുക്ക് ജസ്റ്റ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് അറിഞ്ഞാൽ റേറ്റ് നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ റിയാക്ഷനെ ലാബിൽ പോയി ചെയ്ത് നോക്കി. ലാബിൽ പോയിട്ട് NO2വും F2വും തമ്മിലുള്ള റിയാക്ഷൻ നമ്മൾ ക്യാരി ഔട്ട് ചെയ്തു. എന്നിട്ട് നമ്മളതിൻ്റെ റേറ്റ് പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്. റേറ്റ് ഓഫ് റിയാക്ഷനേഴ്സ് ആക്ച്വലി ഡിപ്പെൻഡ്സ് അപ്പോൺ K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NO2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് F2 ആണ് എന്ന് പ്രാക്ടിക്കലി നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, നമ്മൾ ലാബിൽ പോയി സെയിം റിയാക്ഷൻ ചെയ്തു. റിയാക്ഷൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഒബ്സർവേഷൻ ഇങ്ങനെയാണ്. റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NO2 ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് F2. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? നോക്കൂ, ഇത് വെറും തിയറിറ്റിക്കൽ കൺസെപ്റ്റ് മാത്രമാണ്. പക്ഷേ നമ്മൾ ലാബിൽ പോയി പ്രാക്ടിക്കൽ ചെയ്ത് മനസ്സിലായപ്പോഴാണ് ഇത് NO2 റേസ് 2 മോളിക്യൂൾസ് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഒരു NO2 മോളിക്യൂൾ മാത്രമേ റിയാക്ഷനിൽ കൃത്യമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ എന്ന ഒരു ഐഡിയ നമുക്ക് കിട്ടി. എന്ന് പറഞ്ഞാൽ ലോ ഓഫ് മാസ് ആക്ഷൻ വെറും തിയറിറ്റിക്കൽ കൺസെപ്റ്റ് ആണ്. ഒരു ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ലോ ഓഫ് മാസ് ആക്ഷൻ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷേ യഥാർത്ഥ റേറ്റ് കിട്ടണമെങ്കിൽ ലോ ഓഫ് മാസ് ആക്ഷൻ നമുക്ക് പോരാ. നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത് കിട്ടുന്ന റേറ്റാണിത്. ഇങ്ങനെ ഒരു റിയാക്ഷൻ്റെ ആക്ച്വൽ റേറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ് റേറ്റ് ലോ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്യും. ഒരു ജനറൽ റിയാക്ഷൻ കൺസിഡർ ചെയ്തോളൂ. നമുക്ക് AA പ്ലസ് BB ഗീവ്സ് പ്രൊഡക്റ്റ് എന്ന റിയാക്ഷൻ കൺസിഡർ ചെയ്തോളൂ. ഈ റിയാക്ഷൻ്റെ റേറ്റ്, ദ ആക്ച്വൽ റേറ്റ് ഓഫ് റിയാക്ഷനേഴ്സ് ഈക്വൽ ടു K ഇൻറ്റു
a raised to x into b raised to y എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഹിയർ x and y may or may not be equal to a and b ആയിരിക്കാം. ശ്രദ്ധിക്കുക, ഇത് നമ്മൾ പ്രാക്ടിക്കലി ലാബിൽ പോയി റിയാക്ഷൻ ചെയ്തു, എന്നിട്ട് നമുക്ക് കിട്ടിയ ഇൻഫർമേഷനാണ് നമ്മളൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാക്കി എഴുതിയിട്ടുള്ളത്. സോ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു k into a raised to x into b raised to y ആണ്. Here x and y may or may not be equal to a and b ആയിരിക്കാം. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പം നോക്കൂ, ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ ക്ലാസ്സിൽ 65 പേരും ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നു എന്ന എൻ്റെ വിശ്വാസമാണ് ലോ ഓഫ് മാസ് ആക്ഷൻ. പക്ഷേ ഞാൻ 2 ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അവിടെ ആൻസർ ചെയ്യാൻ പറ്റിയ കുട്ടികളുടെ എണ്ണം 35 ആണ്. അപ്പോൾ പ്രാക്ടിക്കലി ഞാൻ മനസ്സിലാക്കി, പ്രാക്ടിക്കൽ ചെയ്ത് നോക്കി എനിക്ക് മനസ്സിലായി വെറും 35 പേർ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ പഠന പ്രക്രിയയിൽ നിന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുണ്ടാക്കുന്ന ഇക്വേഷനാണ് റേറ്റ് ലോ. അപ്പോൾ ആദ്യം 65 പേരും എന്നുള്ളത് എൻ്റെ വിശ്വാസമാണ്, അത് തിയറട്ടിക്കലാണ്, അത് ലോ ഓഫ് മാസ് ആക്ഷൻ. പക്ഷേ ആക്ച്വലി ആണെങ്കിൽ നമ്മൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലായി 35 പേരാണ് എന്ന കൃത്യമായ ഇൻഫർമേഷനാണ് നമ്മളുടെ റേറ്റ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റേറ്റ് ലോ? ഹൗ യു ക്യാൻ ഡിഫൈൻ റേറ്റ് ലോ? സോ റേറ്റ് ലോ ഇസ് എ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വിച്ച് കണക്ട് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ in terms of molar concentration of reacting species. So rate of reaction, what is rate law? Rate law is a mathematical expression which connect the rate of reaction in terms of molar concentration of reactant whose concentration changes during a chemical reaction. അത് വളരെ important ആണ്. So rate of reaction, so what is rate law? It is a mathematical expression which connect the rate of reaction in terms of concentration of reactant species whose concentration changes during a chemical reaction. മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഏതൊക്കെ റിയാക്റ്റൻറ്റിൻ്റെയാണ് കോൺസെൻട്രേഷൻ വാരി ചെയ്യുന്നത് അവരെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനെ പറഞ്ഞ പേരാണ് റേറ്റ് ലോ. നമ്മുടെ NCERT ബുക്കിലുള്ള ഡെഫിനിഷൻ ഞാൻ പറയാം. റേറ്റ് ലോ defined as it is a rate of reaction in terms of product of molar concentration of reactant species in which each term is raised to a power which may or may not be equal to stoichiometric coefficient in a balanced chemical equation. ഒന്നുകൂടി ഞാൻ പറയാം. By rate law. Rate law is a mathematical expression which give the actual rate of reaction in terms of molar concentration of reactant in which each term is raised to a power which may or may not be equal to stoichiometric coefficient in a balanced chemical equation. കൃത്യമായിട്ട് പഠിക്കണം. ഡിഫൈൻഡ് റേറ്റ് ലോ എന്ന് ചോദിക്കും, കൃത്യമായിട്ട് അറിയണം. സോ ഇത്രയാണ് നമുക്ക് റേറ്റ് ലോനെ പറ്റി പഠിക്കാൻ. ഹിയർ കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ റേറ്റ് ഇസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻ്റ് ഇൻറ്റു molar concentration of a raised to x into molar concentration of b raised to y ആണ്. x and y may or may not be equal to A and B എന്ന് പറയുന്നു. ഇപ്പം നമ്മൾ റേറ്റ് ലോ എന്താ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് A പ്ലസ് BB ഗീവ്സ് പ്രൊഡക്റ്റ്, അത് റേറ്റ് ലോ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം ചെയ്തു നോക്കൂ. റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു A റേസ് ടു X ഇൻറ്റു B റേസ് ടു Y എന്ന് പറഞ്ഞു. നോക്കൂ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടേം, പുതിയൊരു ടേം, ഓർഡർ ഓഫ് കെമിക്കൽ റിയാക്ഷൻ. എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഡിസ്കസ് ചെയ്യണം. സോ ഹിയർ
ഇവിടെ എക്സ് പ്ലസ് വൈ അല്ലെങ്കിൽ എക്സ് ആസ് ദ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ദ റിയാക്ടൻറ്റ് എ ആണ് ആൻഡ് വൈ ഇസ് ദ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു റിയാക്ടൻറ്റ് ബി ആണ് ആൻഡ് എക്സ് പ്ലസ് വൈ ആസ് ദ ഓവറോൾ ഓർഡർ ഓഫ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. നോക്കൂ, ഈ റിയാക്ഷൻ്റെ ഓവറോൾ ഓർഡർ എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ നടക്കുമ്പോൾ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുന്ന റിയാക്റ്റൻറ്റിൻ്റെ ആകെ എണ്ണമാണ് ഓർഡർ ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് നമ്മൾ റേറ്റ് ലോ എഴുതണം. ഒരു ഓർഡർ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ലാബിൽ പോയി പ്രാക്ടിക്കൽ ചെയ്ത് റേറ്റ് നമ്മൾ റേറ്റ് ലോ ആക്കി എഴുതിയ ശേഷം അതിൽ ഓരോ കോൺസെൻട്രേഷൻ ടേംസിൻ്റെയും ആ പവർ നമ്മൾ സം ചെയ്ത് കഴിഞ്ഞാൽ ആ റിയാക്ഷൻ്റെ ഓവറോൾ ഓർഡർ നമുക്ക് കിട്ടും. സോ ദി ഓവറോൾ ഓർഡർ ഓഫ് ദിസ് റിയാക്ഷൻ ആസ് എക്സ് പ്ലസ് വൈ എന്ന് കിട്ടി. അപ്പോൾ എന്താണ് ഓർഡർ ഓഫ് റിയാക്ഷൻ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? നോക്കൂ, ഇറ്റ്സ് എ സം ഓഫ് powers of concentration terms in a rate law expression. ഒരു rate law expressionലെ പവേഴ്സിൻ്റെ കോൺസെൻട്രേഷൻ ടേംസിൻ്റെ പവറിൻ്റെ സമ്മിനെയാണ് നമ്മൾ ഓർഡർ ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ഓർഡർ ഓഫ് റിയാക്ഷൻ ഇസ് എ സം ഓഫ് powers of concentration terms in a rate law expression. നോക്കൂ, റേറ്റ് ലോ എക്സ്പ്രഷൻ എന്ന് നിങ്ങൾ എഴുതാൻ മറക്കരുത്. ഒരിക്കലും നമുക്ക് ലോ ഓഫ് മാസ് ആക്ഷൻ എഴുതി കഴിഞ്ഞാൽ ഓർഡർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓർഡർ പ്രാക്ടിക്കലാണ്. പ്രാക്ടിക്കൽ ചെയ്ത ശേഷം റേറ്റ് ലോ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. അതിനുശേഷം ഓരോ കോൺസെൻട്രേഷൻ ടേംസിൻ്റെയും പവർ സം ചെയ്യുമ്പോഴാണ് നമുക്ക് ആ റിയാക്ഷൻ്റെ ഓവറോൾ ഓർഡർ കിട്ടുന്നത്. ഇവിടെ എക്സ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ ആൻഡ് വൈ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി ആണ്. കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ഇതൊരു പ്രാക്ടിക്കൽ കൺസെപ്റ്റാണ്. നമുക്ക് ഒരിക്കലും നമ്മൾ ഒരു ബാലൻസ് സ്റ്റോഷിയോമെട്രിക് ഇക്വേഷൻ തന്നിരുന്നാൽ ഓർഡർ നമുക്ക് എഴുതാൻ കഴിയില്ല. നമ്മൾ പ്രാക്ടിക്കൽ ചെയ്ത ശേഷം റേറ്റ് ലോ എഴുതുക. റേറ്റ് ലോയിൽ നിന്നാണ് നമ്മൾ ഓർഡർ എന്ന കൺസെപ്റ്റിലേക്ക് എത്തുള്ളൂ എന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കണം. സോ ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് order of a chemical reaction? So order of chemical reaction is a sum of powers of concentration terms in a rate law expression. That point is very important. Rate law expression എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. And what is the order with respect to A? X ആണ്. What is the order with respect to B? It is Y. അതും ശ്രദ്ധിക്കുക. നമ്മൾ ഓർഡർ ഓഫ് റിയാക്ഷൻ എന്താണ് എന്ന് മനസ്സിലാക്കി. നമുക്ക് ഡിഫറെൻ്റ് ഓർഡർ റിയാക്ഷനെ പറ്റി ഡിസ്കസ് ചെയ്യണം. സോ നെക്സ്റ്റ് യു റൈറ്റ് ഡിഫറെൻ്റ് ഓർഡർ റിയാക്ഷൻ. നമ്മൾ ഒരു റിയാക്ഷനിൽ എത്ര റിയാക്ടിംഗ് സ്പീഷീസ് ആക്ച്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നതിൻ്റെ ബേസിൽ ഡിഫറെൻ്റ് ഓർഡർ റിയാക്ഷൻസ് ഉണ്ട്. നോക്കൂ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് റിയാക്ടിംഗ് സ്പീഷീസ് ഇൻവോൾവ് ദർ ആർ ഡിഫറെൻ്റ് ഓർഡർ റിയാക്ഷൻസ്. അപ്പോൾ ഒരു റിയാക്ഷനിൽ ആക്ച്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന റിയാക്ടിംഗ് മോളിക്യൂളിൻ്റെ എണ്ണം അനുസരിച്ച് നമ്മൾ കെമിക്കൽ റിയാക്ഷൻസിനെ പല ഓർഡർ റിയാക്ഷൻസ് ആക്കി ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് ഉണ്ട്, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, ഫ്രാക്ഷണൽ ഓർഡർ, സീറോ ഓർഡർ റിയാക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് എന്താണ് എന്ന് നോക്കാം. സോ നമ്പർ 1, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്ന് എഴുതണം. സോ ഇൻ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ കോൺസെൻട്രേഷൻ ഓഫ് വൺ റിയാക്ടൻറ്റ് സ്പീഷീസ് ഓൺലി. നമ്മൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആവണമെങ്കിൽ റേറ്റ് ഒരു റിയാക്ടൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ സ്പീഷീസുമായി മാത്രമേ റിലേറ്റഡ് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പം ഡെഫിനിഷൻ, വാട്ട് ഈസ് first order reaction? So in a first order reaction, reaction rate depends only on concentration of one reactant species. അപ്പോൾ ഈ one reactant species എന്ന കാര്യം ഓർമ്മിക്കുക. So for example, നമ്മുടെ റിയാക്ഷൻ A gives product എന്ന റിയാക്ഷൻ ആണ്. ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ റേറ്റ് ലോ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? സോ ബൈ റേറ്റ് ലോ യു ക്യാൻ റൈറ്റ് റേറ്റ് ഇസ് ഈക്വൽ ടു, നമുക്ക് എന്തെഴുതാം?
K into concentration of A. So what is the order of reaction? Rate law കിട്ടിക്കഴിഞ്ഞാൽ order പറയാൻ എളുപ്പമാണ്. So here order is 1. So ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ റേറ്റ് ഒരു കോൺസെൻട്രേഷൻ യൂണിറ്റുമായിട്ട് മാത്രമേ, ഒരു റിയാക്ടൻ്റെ കോൺസെൻട്രേഷനായിട്ട് മാത്രമേ റിലേഷൻ കാണിക്കുന്നുള്ളൂ. സോ റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ആണ്. നോക്കൂ, നമ്മൾ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണ് എങ്കിൽ റേറ്റ് നമ്മൾ വൈ ആക്സിസിൽ വരയ്ക്കുന്നു, കോൺസെൻട്രേഷൻ ഓഫ് എ എക്സ് ആക്സിസിൽ വരയ്ക്കുമ്പോൾ നമുക്കതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് കിട്ടുന്നത്. സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും. ശ്രദ്ധിക്കുക, ഈ ഗ്രാഫ് തന്നിട്ട് ഇത് ഏത് ഓർഡർ റിയാക്ഷൻ ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. സോ റേറ്റ് അഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് എ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആണ് കിട്ടുന്നത് എങ്കിൽ അതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് എന്ന കാര്യം കൃത്യമായിട്ട് ഓർമ്മിക്കണം. സോ റേറ്റ് അഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആണ് എങ്കിൽ അതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇനി അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യണം എക്സാമ്പിൾ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. എന്തൊക്കെയാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ മോർ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് നോക്കൂ. N2O5 ഡിക്കമ്പോസ് ചെയ്യുന്ന റിയാക്ഷൻ. N2O5 ഗിവ്സ് 2NO2 പ്ലസ് ഹാഫ് O2. നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ റേറ്റ് ലോ നമുക്ക് എഴുതാൻ പറ്റുക? ബൈ റേറ്റ് ലോ വി ക്യാൻ റൈറ്റ്, നമുക്ക് തന്നിട്ടുണ്ട് റേറ്റ് ലോ ഇങ്ങനെയാണ്, R is equal to K into concentration of N2O5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എത്രയും ഓർഡർ ഓഫ് റിയാക്ഷൻ ഇവിടെ 1 ആണ്. സോ ഇറ്റ് ഇസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് എന്ന് മനസ്സിലായി. അടുത്തത് H2O2 ഡിക്കമ്പോസ് ചെയ്യുന്ന റിയാക്ഷൻ H2O പ്ലസ് ഹാഫ് O2. സോ ബൈ റേറ്റ് ലോ, അപ്പോൾ എപ്പോഴും നമ്മൾ റേറ്റ് ഓർഡർ ചോദിച്ചു കഴിഞ്ഞാൽ ആ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ലോ നമുക്ക് തരും. ആ റേറ്റ് ലോ തന്നാൽ മാത്രമാണ് നമുക്കതിൻ്റെ ഓർഡർ എഴുതാൻ പറ്റുക. സോ റേറ്റ് ഇസ് ഈക്വൽ ടു K into concentration of H2O2, hence it is a first order reaction. Another example is decomposition of ammonium nitrite. നൈട്രൈറ്റ് ആണ്, നമ്മൾ നൈട്രേറ്റ് അല്ല, അമോണിയം നൈട്രൈറ്റ്. സോ NH4NO2 ഡിക്കമ്പോസ് ചെയ്യുമ്പോൾ N2 പ്ലസ് 2H2O ഉണ്ടാവും. നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കുക വേണ്ട, റിയാക്ടൻറ്റിനെ മാത്രം നോക്കൂ. അതിൽ റേറ്റ് നമ്മൾ പഠിച്ചപ്പോൾ ലാബിൽ പോയി ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റേറ്റ് എക്സ്പ്രഷൻ ഇങ്ങനെയാണ്, R is equal to K into concentration of NH4NO2 എന്നാണ് കിട്ടിയത്. അതുകൊണ്ട് അതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അടുത്ത എക്സാമ്പിൾ ഹൈഡ്രോജനേഷൻ ഓഫ് ഈഥീൻ C2H4 പ്ലസ് H2. ഫസ്റ്റ് ഇയറിൽ പഠിച്ച റിയാക്ഷൻ ആണ്. C2H4 പ്ലസ് H2 ഗീവ്സ് C2H6 ആണ്. ഇത് കാണുമ്പോൾ രണ്ട് റിയാക്ടൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ സെക്കൻഡ് ഓർഡർ ആയിക്കൂടെ? അല്ല, ഇവിടെ അത് റിയാക്ഷൻ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ഈഥീൻ മാളിക്യൂൾ മാത്രമാണ്. സോ റേറ്റ് ബൈ റേറ്റ് ലോ റേറ്റ് ഇസ് ഈക്വൽ ടു K into concentration of C2H4 ആണ്. അതുകൊണ്ട് അതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനെ പറ്റി ഇത്രയും കാര്യങ്ങൾ അറിയണം. ഒന്ന്, എന്താണ് വാട്ട് ഈസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാമെന്ന് അറിയണം. അടുത്തതായിട്ട് എക്സാമ്പിൾ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താണ് എന്നും നമ്മൾ പഠിച്ചു. കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും. സോ അടുത്തതായി നമുക്ക് സെക്കൻഡ് ഓർഡർ റിയാക്ഷനെ പറ്റി പഠിക്കണം. എന്താണ് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ? നോക്കൂ, അതിൻ്റെ ഡെഫിനിഷൻ. If the rate of reaction depends upon concentration of two reactant species, അത് സെയിം മാളിക്യൂൾ ആവാം, സെയിം സ്പീഷീസ് ആവാം, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആവാം. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ കെമിക്കൽ റിയാക്ഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ് അതെന്ന് പറയാറുണ്ട്. സോ വാട്ട് ഈസ് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ? ഡെഫിനിഷൻ ഈസ് if the rate of a reaction depends upon concentration of two reacting species ആണ് എങ്കിൽ such reactions are known as second order reactions. For example, 2A gives product എന്ന് തന്നിട്ടുണ്ട്. So by rate law we can write since it is a second order reaction we can write the rate law as rate is equal to
K into concentration of A raised to 2 എന്ന് എഴുതാം. സെയിം സ്പീഷീസ് ആണ് വന്നത്. ഇനി ഡിഫറെൻറ്റ് സ്പീഷീസ് ആണ്. A plus B gives product. ഇത് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ് എങ്കിൽ നമുക്ക് എഴുതാം റേറ്റ് ഇസ് ഈക്വൽ ടു K into concentration of A into concentration of B. So the order is 1 plus 1 which is equal to 2. So it is a first order with respect to the reactant A and it is first order with reactant B, but the overall order of reaction is 1 plus 1 which is equal to 2 ആണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചു what is the definition of second order reaction. നമ്മൾ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നു. സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആവുമ്പോൾ റേറ്റ് അഗെയിൻസ്റ്റ് സ്ക്വയർ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ സ്ട്രേറ്റ് ലൈൻ കിട്ടും. ശ്രദ്ധിക്കുക, എല്ലാത്തിൻ്റെയും ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെ തന്നെയാണ്, പക്ഷേ ഇവിടെയുള്ളതാണ് ശ്രദ്ധിക്കുന്നത്. റേറ്റ് ഇൻ വൈ ആക്സിസും കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു 2 ഇൻ നമ്മൾ എ സ്ക്വയർ ഇൻ എക്സ് ആക്സിസും പ്ലോട്ട് ചെയ്യുമ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് എങ്കിൽ നമുക്കത് സെക്കൻഡ് ഓർഡർ ആണ്. അപ്പം ഈ ഗ്രാഫ് തന്നിട്ട് ഇത് ഏത് ഓർഡർ ആണ് എന്ന് തിരിച്ചു ചോദിക്കും. അപ്പം കൃത്യമായിട്ട് എഴുതണം ഇറ്റ് ഇസ് എ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് 2HI gives H2 plus I2. ഇത് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ റേറ്റ് എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? സോ ബൈ റേറ്റ് ലോ വി ക്യാൻ റൈറ്റ് K rate is equal to K into concentration of HI raised to 2 എന്ന് എഴുതാം. So it is a second order reaction. Number 2, next example is alkaline hydrolysis of ethyl acetate. Alkaline hydrolysis of ethyl acetate. So the equation is CH3COOC2H5 plus NaOH gives CH3COONA plus C2H5OH. നോക്കൂ, ഇതൊരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ് എങ്കിൽ നമുക്ക് എഴുതാം റേറ്റ് ഇസ് ഈക്വൽ ടു ബൈ റേറ്റ് ലോ റേറ്റ് ഇസ് ഈക്വൽ ടു K into concentration of ethyl acetate into concentration of NaOH എന്ന് എഴുതാം. So alkaline hydrolysis of ethyl acetate is a example for second order reaction. It is first order with respect to ethyl acetate and it is first order with respect to NaOH and the overall order of the reaction is 1 plus 1 is equal to 2 ആണ്. അതുകൊണ്ടാണ് ഇതൊരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ടായിരിക്കും what is second order reaction, how you can plot graph and give example for second order reactions. So അടുത്തതായി നമ്മൾ തേർഡ് ഓർഡർ റിയാക്ഷനെ പറ്റി പഠിക്കുന്നു. എന്താണ് തേർഡ് ഓർഡർ റിയാക്ഷൻ? സോ നമ്മൾ ഡെഫിനേഷൻ നേരത്തെ ഫസ്റ്റ് ഓർഡറും സെക്കൻഡ് ഓർഡറും പറഞ്ഞ പോലെ നിങ്ങൾക്ക് പറഞ്ഞു നോക്കൂ നിങ്ങൾ. സോ തേർഡ് ഓർഡർ റിയാക്ഷൻ, if the rate of reaction depends upon concentration of 3 reacting species, if they may be same or different, അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ റിയാക്ഷൻസിനെ പറഞ്ഞ പേരാണ് തേർഡ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ 3A gives product എന്നൊരു റിയാക്ഷൻ കൺസിഡർ ചെയ്തോളൂ. സോ ഹിയർ റേറ്റ് ഇസ് ഈക്വൽ ടു K into concentration of A raised to 3 ആണ്. സോ ഇറ്റ് ഇസ് എ തേർഡ് ഓർഡർ റിയാക്ഷൻ ആണ്. നോക്കൂ, ഇവിടെ റിയാക്ടിങ് സ്പീഷീസ് മൂന്നും ഡിഫറെൻ്റ് ആണ്. A പ്ലസ് B പ്ലസ് C gives product എന്ന റിയാക്ഷൻ കൺസിഡർ ചെയ്യൂ. ഹിയർ റേറ്റ് ഇസ് ഈക്വൽ ടു K into concentration of A into concentration of B into concentration of C വരും. സോ 1 plus 1 plus 1 is equal to 3 എന്ന് കിട്ടി. സോ ഇറ്റ് ഇസ് എ തേർഡ് ഓർഡർ റിയാക്ഷന് എക്സാമ്പിൾ ആണ്. നോക്കൂ, നമ്മൾ എക്സാമ്പിൾസ് ഫോർ തേർഡ് ഓർഡർ റിയാക്ഷൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് റിയാക്ഷൻ നോക്കൂ. 2NO plus O2 gives 2NO2. ഈ റിയാക്ഷനിൽ എല്ലാം ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. ഈ റിയാക്ഷൻ നമ്മൾ നോക്കുമ്പോൾ ബൈ റേറ്റ് ലോ വെച്ച് നമ്മൾ റേറ്റ് കണ്ടുപിടിച്ചു. സോ റേറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയത് K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NO റേസ് ടു 2 എന്നും കോൺസെൻട്രേഷൻ ഓഫ് O2 ആണെന്നും നമുക്ക് പ്രാക്ടിക്കലി നമ്മൾ പ്രൂവ് ചെയ്ത് നമുക്ക് കിട്ടി. സോ നമുക്ക് പറയാം ഹിയർ ഇറ്റ് ഇസ് സെക്കൻഡ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു NO. It is first order with respect to oxygen. And what is overall order of reaction? 2 plus 1. It is equal to
3. പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കും. വാട്ട് ഈസ് ദ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ദ റിയാക്ടന്റ് NO ചോദിക്കുമ്പോൾ 2 എന്നെഴുതണം. വാട്ട് ഈസ് ദ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ഓക്സിജൻ ചോദിച്ചു കഴിഞ്ഞാൽ ദ ഓർഡർ ഇസ് 1 എന്നെഴുതണം. ആൻഡ് വാട്ട് ഈസ് ഓവറോൾ ഓർഡർ ഓഫ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു 3 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഈ രണ്ടാമത്തെ ഇക്വേഷൻ്റെ റേറ്റ് എക്സ്പ്രഷൻ നിങ്ങൾ എഴുതി നോക്കൂ. ദ ഇക്വേഷൻ ഇസ് ഗിവൺ ആസ് 2NO plus Br2 gives 2NO Br. So by rate law we can write rate is equal to K into concentration of NO raised to 2 into concentration of Br2 ആണ്. So what is the order with respect to the reactant NO? Yes, it is 2 ആണ്. What is the order with respect to reactant Br2? It is 1 ആണ്. So what is the overall order of reaction? It is 3. So it is a example for third order reactions. ഇത്രയും കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും. But definition, example, ഇതേപോലെ ഗ്രാഫ് നമ്മൾ നേരത്തെ വരച്ച പോലെ വരയ്ക്കുകയാണെങ്കിൽ റേറ്റ് അഗെയിൻസ്റ്റ് A raised to 3 ആണ് അതേ ഷേപ്പിലുള്ള ഗ്രാഫ് കിട്ടുക എന്ന കാര്യം കൂടി ഓർമ്മിച്ചാൽ മതി. സോ ഇത്രയാണ് തേർഡ് ഓർഡർ റിയാക്ഷനെ പറ്റി പഠിക്കാനുള്ളത്. നമുക്ക് ഇപ്പം നമ്മൾ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ റിയാക്ഷനെ പറ്റി പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻസിനെ പറ്റിയിട്ടാണ്. എന്താണ് ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ, ചില റിയാക്ഷൻസ് നമ്മൾ ലാബിൽ ചെയ്യുമ്പോൾ അതിൻ്റെ റേറ്റ്, അതിൻ്റെ ഓർഡർ ഫ്രാക്ഷണലായിട്ട് വരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനത്തെ റിയാക്ഷൻസിനെയാണ് നമ്മൾ ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. നിങ്ങളതിൻ്റെ എക്സാമ്പിളാണ് കൃത്യമായി പഠിക്കേണ്ടത്. സോ എക്സാമ്പിൾ H2 plus Br2 gives 2HBr. സോ ഇവിടെ റേറ്റ് ഇസ് ഈക്വൽ ടു K into concentration of H2 into concentration of Br2 raised to half ആണ്. നോക്കൂ, ഇവിടെ ഹൈഡ്രജൻ ഫസ്റ്റ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ഹൈഡ്രജൻ ആണ്, പക്ഷേ ബ്രോമിൻ ഇത് ഹാഫ് ആണ്. സോ ടോട്ടൽ ഓർഡർ ഓഫ് റിയാക്ഷനേഴ്സ് 3/2. സോ ഇറ്റ് ഇസ് എ ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻ. ഓരോ റിയാക്ഷനും എക്സാമ്പിളും കൃത്യമായിട്ട് പഠിക്കണം. H2 plus Br2 ആണെങ്കിൽ അതൊരു ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. ഇനി അടുത്തത് CO plus Cl2 gives COCl2 ഉണ്ടാവുന്ന റിയാക്ഷൻ. ആ റിയാക്ഷൻ്റെ റേറ്റ് ഇസ് ഈക്വൽ ടു K into concentration of CO into concentration of Cl2 raised to half ആണ്. സോ അതും അതിൻ്റെ ഓവറോൾ ഓർഡർ ഓഫ് റിയാക്ഷൻ 3/2 ആണ്. അതുകൊണ്ട് അതും ഒരു ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷന് എക്സാമ്പിൾ ആണ്. അടുത്ത എക്സാമ്പിൾ CH3CHO. എന്താ CH3CHO എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും, എഥനാൽ അല്ലെങ്കിൽ അസറ്റാൽഡിഹൈഡ് ആണ്. അത് ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുമ്പോൾ CH4ഉം CO ആയിട്ട് മാറുന്നുണ്ട്. സോ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ K into CH3CHO raised to 3/2 ആണ്. So it is also an example for fractional order reaction. 3 എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഇത് തന്നിട്ട് ഏത് ഓർഡർ റിയാക്ഷൻ ചോദിച്ചാലും പറയാൻ പറ്റണം. ഗീവ് എക്സാമ്പിൾ ഫോർ ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻ. 3 എക്സാമ്പിളും കൃത്യമായിട്ട് പഠിക്കാം. സോ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷനെ പറ്റി പഠിച്ചു. നെക്സ്റ്റ് സീറോ ഓർഡർ റിയാക്ഷൻ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സീറോ ഓർഡർ റിയാക്ഷൻ. ഇവിടെ റിയാക്ഷൻ്റെ ഓർഡർ 0 ആണ്. അപ്പം നോക്കൂ, എന്താണ് സീറോ ഓർഡർ റിയാക്ഷൻ എന്താണെന്ന് പറയാൻ വേണ്ടി നോക്കൂ, നമ്മളൊരു റിയാക്ഷൻ കൺസിഡർ ചെയ്തോളൂ. A gives product. ഇതൊരു സീറോ ഓർഡർ റിയാക്ഷൻ ആണ് എങ്കിൽ നമുക്ക് റേറ്റ് ലോ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? സോ ബൈ റേറ്റ് ലോ, റേറ്റ് ഇസ് ഈക്വൽ ടു R ഇൻറ്റു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു 0 ആണ്. ഓർ വി ക്യാൻ റൈറ്റ് റേറ്റ് ഇസ് ഈക്വൽ ടു K ആണ്. അപ്പോൾ നോക്കൂ, ഇവിടെ റേറ്റ്, ഈ എക്സ്പ്രഷനിൽ കോൺസെൻട്രേഷൻ ടേംസേ ഇല്ല. ഈ റേറ്റ് ലോ എക്സ്പ്രഷനിൽ റേറ്റും കോൺസെൻട്രേഷൻ നമ്മളുടെ ഒന്നുമില്ലല്ലോ, ടേംസ് ഇല്ലല്ലോ. റിയാക്ടറിൻ്റെ കോൺസെൻട്രേഷനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. സോ അങ്ങനത്തെ റിയാക്ഷനാണ് ദ റേറ്റ് ഓഫ് റിയാക്ഷനേഴ്സ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടിങ് സ്പീഷീസ്. അങ്ങനത്തെ റിയാക്ഷൻസിനെ പറയുന്ന പേരാണ് സീറോ ഓർഡർ റിയാക്ഷൻ. സോ ഡെഫിനിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദ റേറ്റ് ഓഫ് റിയാക്ഷനേഴ്സ് independent of concentration of reacting species. Such reactions are known as zero order reaction.
വളരെ ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞത് റേറ്റ് ഓഫ് റിയാക്ഷൻ എപ്പോഴും കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് സ്പീഷീസിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്നാണ് നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ഇതുവരെ പറഞ്ഞത്. പക്ഷെ അതിനൊരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ഇൻ കേസ് ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ, സീറോ ഓർഡർ റിയാക്ഷനിൽ മാത്രം റേറ്റ് ഓഫ് റിയാക്ഷൻ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനുമായിട്ട് യാതൊരു റിലേഷനും കാണിക്കുന്നില്ല. നല്ലോണം ശ്രദ്ധിക്കാം. സോ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് സ്പീഷീസ്. സച്ച് റിയാക്ഷൻ ഈസ് നോൺ ആസ് സീറോ ഓർഡർ റിയാക്ഷൻ. ഇനി സീറോ ഓർഡർ റിയാക്ഷൻ്റെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് നോട്ടാക്കി നിങ്ങൾ എഴുതി വെക്കണം. നോട്ട് എന്ന് എഴുതാം. നമ്പർ 1, ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് നമ്മൾ പഠനം ഇപ്പോൾ. നമ്പർ 2, റിലേറ്റീവ്ലി അൺകോമൺ and occur only on special condition. ഈ സീറോ ഓർഡർ റിയാക്ഷൻ വളരെ കോമൺ ആയിട്ട് നടക്കുന്ന റിയാക്ഷൻ അല്ല, അൺകോമൺ ആണ്. പിന്നെ അത് നടക്കണമെങ്കിൽ നമ്മൾ സ്പെഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യേണ്ടി വരും. ഹൈ പ്രഷർ വേണ്ടി വരും, ഹൈ ടെമ്പറേച്ചർ വേണ്ടി വരും, എപ്പോഴും ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസ് വേണ്ടി വരും. അങ്ങനെ കണ്ടീഷൻസ് ഫേവറബിൾ ആണെങ്കിൽ മാത്രമേ സീറോ ഓർഡർ റിയാക്ഷൻ നടക്കുന്നുള്ളൂ. മൂന്നാമത്തത് നോക്കൂ, എൻസൈം കാറ്റലൈസ് റിയാക്ഷൻസ് and reaction occurring on metal surface are examples. നമ്മൾ സീറോ ഓർഡർ റിയാക്ഷൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ എപ്പോഴും ഒന്നുമില്ലെങ്കിൽ എൻസൈം കാറ്റലൈസ് റിയാക്ഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ റിയാക്ഷൻ ഒക്കറിങ് ഓൺ മെറ്റൽ സർഫസ് ആയിരിക്കണം. അങ്ങനത്തെ റിയാക്ഷൻസ് ഒക്കെ തന്നെ സീറോ ഓർഡർ റിയാക്ഷൻസ് ആയിട്ടാണ് വരുന്നത്. ഇനി അതിൻ്റെ ഗ്രാഫ് നിങ്ങൾ വരച്ചു നോക്കൂ. റേറ്റ് നമ്മൾ y ആക്സിസ് റെപ്രസെൻ്റ് ചെയ്തു, കോൺസെൻട്രേഷൻ നമ്മൾ എക്സ് ആക്സിസ് റെപ്രസെൻ്റ് ചെയ്തു. നമ്മൾ പറഞ്ഞു റേറ്റേഴ്സ് ഇൻഡിപെൻഡൻ്റ് ഓഫ് കോൺസെൻട്രേഷൻ. ഏത് കോൺസെൻട്രേഷൻ നോക്കിയാലും റേറ്റ് റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പം നമ്മളെ ഗ്രാഫ് വരുന്നത് ഇങ്ങനെയാണ്. റേറ്റ് പാരലൽ ടു എക്സ് ആക്സിസ് കിട്ടി നമുക്ക് ഗ്രാഫ്. അപ്പം നമ്മളിവിടെ പറഞ്ഞത് ഡെഫിനിഷൻ ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ, അത് നമുക്ക് എങ്ങനെ റേറ്റ് ലോ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, അതിൻ്റെ ഗ്രാഫ് എന്തായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനെ കുറച്ച് പോയിൻറ്റ്സും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സീറോ ഓർഡർ റിയാക്ഷനെ പറ്റി പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു സീറോ ഓർഡർ റിയാക്ഷൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഒന്നാമത്തെ എക്സാമ്പിൾ, ഡിക്കമ്പോസിഷൻ ഓഫ് അമോണിയ ഓൺ ഹോട്ട് പ്ലാറ്റിനം മെറ്റൽ അറ്റ് ഹൈ ടെമ്പറേച്ചർ നമ്മൾ ഉപയോഗിക്കുന്നു. പ്രഷറും ഹൈ പ്രഷറും നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ശ്രദ്ധിക്കുക, വെറും ഡിക്കമ്പോസിഷൻ ഓഫ് അമോണിയ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. thermal decomposition of ammonia in the presence of hot platinum എന്ന വാക്ക് പ്രത്യേകം ഉപയോഗിക്കണം. അമോണിയ പല രീതിയിൽ ഡിക്കമ്പോസ് ചെയ്യാറുണ്ട്. പക്ഷേ സീറോ ഓർഡർ ആവണമെങ്കിൽ ഒരു മെറ്റൽ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസ് അത്യാവശ്യമാണ്. സോ ഈ റിയാക്ഷൻ നോക്കൂ, 2NH3 ഗ്യാസ് 1130 കെൽവിൻ ഹോട്ട് പ്ലാറ്റിനം നമുക്ക് കിട്ടും N2 + 3H2O. ഇത് സീറോ ഓർഡർ റിയാക്ഷൻ ആണ് എങ്കിൽ നമുക്ക് എങ്ങനെയാണ് റേറ്റ് എഴുതാൻ പറ്റുക? സോ റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NH3 ആണ്. സോ റേറ്റ് ഇസ് ഈക്വൽ ടു K എന്നെഴുതാം. സോ ഇറ്റ് ഇസ് എ സീറോ ഓർഡർ റിയാക്ഷൻ. അപ്പോൾ തെർമൽ ഡിക്കമ്പോസിഷൻ ഓഫ് അമോണിയ ഓൺ പ്ലാറ്റിനം സർഫേസ് ആസ് ആൻ എക്സാമ്പിൾ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയോ, എന്തുകൊണ്ടാണ് ഇതൊരു സീറോ ഓർഡർ റിയാക്ഷൻ ആവാനുള്ള കാരണം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ അമോണിയ ഗ്യാസ് പ്ലാറ്റിനം മെറ്റലിൻ്റെ സർഫസിലേക്ക് പാസ് ചെയ്യാണ്. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് നമ്മൾ ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഹൈ പ്രഷർ ആകുമ്പോൾ ഈ അമോണിയ ഗ്യാസ് നോക്കൂ, അറ്റ് ഹൈ പ്രഷർ പ്ലാറ്റിനം വാസ് സാച്ചുറേറ്റഡ് വിത്ത് അമോണിയ ഗ്യാസ്. നമ്മൾ ആദ്യം തന്നെ അമോണിയ പാസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഹൈ പ്രഷർ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ആ പ്ലാറ്റിനം സർഫസിൻ്റെ മുകളിൽ മാക്സിമം അമോണിയ അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി നമ്മൾ ഗെറ്റ് സാച്ചുറേറ്റഡ് വിത്ത് അമോണിയ ആവുന്നുണ്ട്. ഇനി നമ്മൾ എത്ര അമോണിയ പിന്നെ ഇൻക്രീസ് ചെയ്താലും കോൺസെൻട്രേഷൻ കൂട്ടിയാലും അവിടെ ഫർദർ റിയാക്ഷൻ അവിടെ നടക്കുന്നില്ല. അതുകൊണ്ടാണ് അവിടെ ഇവിടെ റേറ്റേഴ്സ് ഇൻഡിപെൻഡൻ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് സ്പീഷീസ് എന്ന് പറയുന്നത്. സോ ദ എക്സാമ്പിൾ ഈസ് തെർമൽ ഡിക്കമ്പോസിഷൻ ഓഫ് അമോണിയ on metal surface. ഈ പോയിന്റ് ശ്രദ്ധിക്കുക. at high pressure the platinum is saturated with ammonia gas. A further increase in concentration of ammonia does not change the rate of reaction. Hence it is a zero order reaction. That's very important. So next example is thermal decomposition of
HI on gold surface. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞു സ്പെഷ്യൽ കണ്ടീഷൻസ് വേണം, ഹൈ ടെമ്പറേച്ചറും പ്രഷറും വേണം. സോ ചേഞ്ചസ് ടു H2 പ്ലസ് I2. അപ്പോൾ അതേപോലെ നമുക്ക് എഴുതാം റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു HI റേസ് ടു 0. ഹെൻസ് ഇറ്റ് ഇസ് റേറ്റ് ഇസ് ഈക്വൽ ടു K എന്നെഴുതാം. സോ ഇറ്റ് ഇസ് എ സീറോ ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. നമ്മൾ ഇതിന് മുന്നേ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ 2HI gives H2 plus I2 പറഞ്ഞു. പക്ഷേ കണ്ടീഷൻ വെച്ച് പറയുകയാണെങ്കിൽ ഇൻ പ്രസൻസ് ഓഫ് ഗോൾഡ് സർഫസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. സീറോ ഓർഡർ റിയാക്ഷൻ ഒക്കർ ചെയ്യണമെങ്കിൽ മെറ്റൽ സർഫസിൻ്റെ പ്രസൻസ് അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടെ കണ്ടീഷൻസ് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. കണ്ടീഷൻ നോക്കിയിട്ടാണ് നമ്മൾ സീറോ ഓർഡർ ആണോ എന്ന് പറയേണ്ടത്, കൃത്യമായി മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് സീറോ ഓർഡർ റിയാക്ഷൻ എന്നറിയാം, ഗ്രാഫ് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാം, എന്തൊക്കെയാണ് പ്രത്യേക പോയിന്റ്സ്. സീറോ ഓർഡർ റിയാക്ഷൻ കോമൺ അല്ല, അത് നടക്കണമെങ്കിൽ സ്പെഷ്യൽ കണ്ടീഷൻസ് വേണം, മെറ്റൽ സർഫസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എൻസൈം കാറ്റലിസ്റ്റ് റിയാക്ഷൻസ് സീറോ ഓർഡർ റിയാക്ഷൻസ് ആയിട്ട് മാറാറുണ്ടെന്ന് പറഞ്ഞു നമ്മൾ. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്ത് എക്സാമ്പിൾസ് ആണ്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. തെർമൽ ഡിക്കമ്പോസിഷൻ ഓഫ് അമോണിയ ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഡാഷ് ഓർഡർ റിയാക്ഷൻ, ഇസ് എൻ എക്സാമ്പിൾ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. എന്തുകൊണ്ടാണ് സീറോ ഓർഡർ റിയാക്ഷൻ ആവാൻ കാരണമെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ആദ്യം തന്നെ നമ്മൾ അമോണിയ പാസ് ചെയ്യുമ്പോൾ പ്ലാറ്റിനത്തിൻ്റെ മുകളിൽ സാച്ചുറേറ്റഡ് വിത്ത് അമോണിയാണ്, പ്ലാറ്റിനം സർഫസ് സാച്ചുറേറ്റഡ് വിത്ത് അമോണിയാണ്. പിന്നെ ഫർദർ നമ്മൾ എത്ര അമോണിയ അവിടെ കൊടുത്തു കഴിഞ്ഞാലും റേറ്റിന് യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല എന്ന കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്ന് പെട്ടെന്നൊന്ന് ഓർമ്മിച്ച് നോക്കൂ. നമ്മൾ ആദ്യം പറഞ്ഞത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ്. അതിൽ ഫാക്ടേഴ്സ് ഡിസ്കസ് ചെയ്തു. അതിൽ ആദ്യത്തെ 3 ഫാക്ടേഴ്സാണ് നമുക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കേണ്ടത്: കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, കാറ്റലിസ്റ്റ്. അതിൽ നമ്മൾ ആദ്യം കോൺസെൻട്രേഷനോ റിയാക്റ്റൻ്റ് എങ്ങനെയാണ് റിയാക്ഷൻ റേറ്റിനെ സ്വാധീനിക്കുക എന്ന് പഠിച്ചു. അത് നമ്മൾ ആദ്യം ലോ ഓഫ് മാസ് ആക്ഷൻ പഠിച്ചു, റേറ്റ് കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്തു, എന്നിട്ട് നമ്മൾ റേറ്റ് ലോയിലേക്ക് എത്തി. അപ്പോൾ റേറ്റ് ലോയും ലോ ഓഫ് മാസ് ആക്ഷൻ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലോ ഓഫ് മാസ് ആക്ഷൻ പ്യുവർലി തിയറിറ്റിക്കൽ ബേസ്ഡ് ആണ്, റേറ്റ് ലോ പ്രാക്ടിക്കൽ ബേസ്ഡ് ആണ്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന റിയാക്റ്റൻ്റ് മോളിക്യൂളിനെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് റേറ്റ് ലോ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. റേറ്റ് ലോ എന്താണെന്ന് പഠിച്ചു. അതിനുശേഷം റേറ്റ് ലോയിൽ നമ്മൾ ഓർഡർ എന്താ ഡിഫൈൻ ചെയ്തു. വാട്ട് ഈസ് ഓർഡർ ഓഫ് റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നമ്മൾ ഓർഡർ പഠിച്ചതിന് ശേഷം ഡിഫറെൻറ്റ് ഓർഡർ റിയാക്ഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി. ഓരോ റിയാക്ഷനിലും പങ്കെടുക്കുന്ന മോളിക്യൂളിൻ്റെ എണ്ണത്തിൻ്റെ ബേസിൽ നമ്മൾ ഡിഫറെൻറ്റ് ഓർഡർ റിയാക്ഷൻസായി നമ്മൾ കെമിക്കൽ റിയാക്ഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് ഉണ്ട്, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, ഫ്രാക്ഷണൽ ഓർഡർ, സീറോ ഓർഡർ റിയാക്ഷൻസ് ഉണ്ട്. ഈ റിയാക്ഷൻസ് ഡിഫൈൻ ചെയ്യാനും ഗ്രാഫും നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ സീറോ ഓർഡർ റിയാക്ഷൻ നന്നായിട്ട് പഠിക്കുക, വിത്ത് എക്സാമ്പിൾ പഠിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.